ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഷ ക്രിയേഷൻസ്. എല്ലാ കൂട്ടുകാർക്കും ഇഷ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ചീരയില ബജിയാണ്. അപ്പം നമ്മുടെ ചീരയില ബജി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് ഇടുക. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മൈദ ചേർക്കാം. ഒരു ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് ബജിക്ക് മിക്സ് ചെയ്യുന്ന പോലെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സാധാരണ ബജിക്ക് മിക്സ് ചെയ്യുന്നതിനേക്കാൾ അല്പം കൂടി തിക്കായിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം ഇത് മിക്സ് ചെയ്യാൻ. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ നമ്മുടെ ബജി വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചീരയില നമ്മുടെ ഈ മാവി മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഇടാം. സാധാരണ നമ്മൾ മുളക് ബജി ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഇതിനെടുക്കത്തില്ല. ഇത് പെട്ടെന്ന് റെഡി ആയിക്കോളും. അപ്പം ഞാനിവിടെ എല്ലാ ചീരയിലയും ഇതേപോലെ മാവി മുക്കി നമ്മുടെ എണ്ണയിലിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബജിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ചമ്മന്തിക്ക് 1 തക്കാളി, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 4-5 വറ്റൽമുളക്, ഇത്രയും മാത്രം മതിയാകും. ഇനി ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ വറ്റൽമുളകും തക്കാളിയും കടലപ്പരിപ്പും എല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്നൊന്ന് വാട്ടിയെടുത്താൽ മതി, ഒത്തിരി നേരമായിട്ട് നമ്മൾ വഴറ്റിയൊന്നും വേണ്ട. ഇത് നമ്മുടെ പാകത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബജിയും ചട്നിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വ്യത്യസ്തമായ വീഡിയോകളുമായി ഞാൻ വീണ്ടും എത്തുമായിരിക്കും. അതുവരെ ബൈ.